Hi, welcome back to our YouTube channel. How many consecutive natural numbers starting from 1 should be added to get 300? Natural consecutive numbers ഒന്ന് തൊട്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 300 കിട്ടണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സം കൂട്ടുന്നത് 1 തൊട്ടാണ് അല്ലേ? 1 തൊട്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. നമുക്കറിയാം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n of n plus 1 by 2 അല്ലേ? അപ്പൊ നമുക്ക് സം എന്താ തന്നിരിക്കുന്നത്? 300. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n of n plus 1 by 2 equal to 300 എന്ന് എഴുതാം അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ by 2 ആയതുകൊണ്ട് RHS വരുമ്പോൾ എന്താവും? into 2 ആകും. അപ്പൊ 300 into 2 എന്താണ്? 600. അപ്പൊ എങ്ങനെ വരും? n of n plus 1 equal to 600 എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കിയേ, n നമ്മള് n plus 1ന്റെ ഉള്ളിൽ കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എങ്ങനെ വരും? n into n n square plus 1 into n n അല്ലേ? അപ്പൊ എങ്ങനെയാ വരിക? n square plus n equal to 600 നമുക്ക് കിട്ടി. ഇനി RHS 600 നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? LHS കൊണ്ടുവരാണ്. ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ LHS വരുമ്പോ എന്താവും? നെഗറ്റീവ് ആകും അല്ലെ? അപ്പൊ എങ്ങനെ വരും? n square plus n minus 600 equal to 0 എന്ന് വരും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം ആയില്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയില്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നാ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് x equal to minus b plus or minus root of b square minus 4ac by 2a. ഇവിടെ x അല്ല, ഇവിടെ n ആണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? n equal to minus b plus or minus b square minus 4ac by 2a എന്ന് എഴുതും. ഇവിടെ നോക്കിക്കേ, a എന്ന് പറയുന്ന n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്, b എന്ന് പറയുന്നത് n ന്റെ കോയിഫിഷ്യന്റ്, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെ? അപ്പൊ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? n equal to minus 1 plus or minus root of 1 square by 2400 by 2 എന്ന് കിട്ടും അല്ലെ? ഇവിടെ നോക്കി, root of b square minus 4 into a into c ചെയ്തപ്പോഴാണ് നമുക്ക് 2400 കിട്ടിയത്. ഓക്കെ, അപ്പോ ഇനി നോക്കിക്കേ, 1 plus 2400 എന്താണ്? 2401. അപ്പൊ എങ്ങനെ വരും? minus 1 plus or minus root of 2401 by 2 എന്ന് കിട്ടും. നമുക്കറിയാം root of 2401 എന്താണ്? 49 അല്ലെ? അപ്പൊ എങ്ങനെ വരും? minus 1 plus or minus 49 by 2 എന്ന് വരും. അപ്പം പ്ലസ് ഓ മൈനസ് ആണ് അല്ലെ? അപ്പൊ നമ്മളിത് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പൊ എങ്ങനെ വരും? n equal to minus 1 plus 49 by 2 and minus 1 minus 49 by 2 എന്ന് വരും. ഇനി നമുക്ക് ആദ്യം പോസിറ്റീവ് സെഷൻ നോക്കാം. അപ്പൊ നോക്കിയേ, minus 1 plus 49, അതായത് എന്താണ്? 49 minus 1 അല്ലെ? that is 48. അപ്പൊ എങ്ങനെ വരും? 48 by 2 that is equal to 24. ഇനി നെഗറ്റീവ് സെഷൻ നോക്കിക്കേ, minus 1 minus 49 by 2. minus 1 minus 49 എന്താണ്? minus 50. അപ്പൊ എങ്ങനെ വരും? minus 50 by 2 that is equal to minus 25 അല്ലെ? ഇനി നോക്കിക്കേ, നമ്മൾ 1 തൊട്ട് ആഡ് ചെയ്യുവാന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ നെഗറ്റീവ് സെഷൻ വരുമോ? നെഗറ്റീവ് നമ്പർ വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ minus 25 കട്ട് ഓഫ് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എന്താണ് കിട്ടിയത്? ഫസ്റ്റ് 24 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സം 300 കിട്ടും. താങ്ക് യു.